ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാൾ മുമ്പ് വരെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഒന്ന് ചേഞ്ച് ആവണം, ലൈഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, ആക്റ്റീവ് ആവണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് ഞാൻ ഫോൺ നോക്കി ഇങ്ങനെ മടിച്ച് റൂമിൽ തന്നെ ഇരിക്കും. ചിലപ്പോൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും എനിക്കതൊന്നും ചെയ്യാൻ തോന്നാറില്ല. ഭയങ്കരമായിട്ടുള്ളൊരു മടിയും ശരീരത്തിനൊക്കെ ഭയങ്കരമായിട്ടൊരു ക്ഷീണവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ എനിക്ക് ബെഡിൽ നിന്ന് എണീറ്റ് ഒന്നും അങ്ങോട്ട് ആക്റ്റീവായിട്ട് എനിക്ക് വേണ്ടിയിട്ട് പോലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരു രീതിക്കായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. എപ്പോഴും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറേ നാൾ മുമ്പ് വരെയും ഞാൻ കുറച്ച് നല്ലതുപോലെ തന്നെ എൻ്റെ ലൈഫ് കൊണ്ടുവരായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് തെറ്റി, പിന്നെ വീണ്ടും ദാ ഇങ്ങനെ ആയി. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് വേണ്ടിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ എണീറ്റ് ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ കൊടുത്ത് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആക്കി, പിന്നെ കുറച്ച് നേരമൊക്കെ നടക്കാൻ പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക. നമുക്ക് എല്ലാ കാര്യവും അതേപോലെ കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്താൽ പറ്റും. പക്ഷെ എന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒന്ന് റിലാക്സ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കാര്യം ഇന്ന് ചെയ്യണം, ഇന്ന് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, നിങ്ങളുടെ മൈൻഡ് ഒന്ന് കൂൾ ആവുന്നത് എന്താണോ അതങ്ങനെ ചെയ്യാം. പക്ഷെ എപ്പോഴും റെസ്റ്റ് എടുക്കുന്നത് അത്ര നല്ല ശീലമല്ല. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഹെയർ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങണം. എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ചില ടൈമിൽ എന്തൊക്കെയോ ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വളർന്ന് കിട്ടിയപ്പോഴത്തേനും ഞാൻ വീണ്ടും കൊണ്ടുപോയി സ്മൂത്ത് ചെയ്തു. പിന്നീട് ആ സ്മൂത്ത് ചെയ്ത് ഇഷ്ടപ്പെടാതെ വീണ്ടും വെട്ടി. ഇപ്പം നല്ലതുപോലെ ഹെയർ ഫാളും ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ ഓട്സും അങ്ങനെ എന്തൊക്കെയോ ഞാൻ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇപ്പോൾ രാവിലെ എന്തുണ്ടോ അതൊക്കെ അങ്ങ് കഴിക്കും. പക്ഷേ എനിക്ക് വീണ്ടും ഓട്സിലോട്ടൊക്കെ പോകണമെന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എനിക്ക് 2 പെറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനെ രണ്ടിനെയും മൈൻഡ് ചെയ്തിട്ട് കുറേ നാളായി. പക്ഷെ ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മൈൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഈ റിയോട്ട് കുറേ നാളായിട്ട് ഇവിടെ ഉള്ളതാ. റൂഹി പെട്ടെന്ന് വന്നതാണ് കേട്ടോ. റിയോട്ട് എന്ന് പറയുമ്പോൾ ഈ തത്തയാണേ, പിന്നെ റൂഹി എന്ന് പറയുമ്പോൾ ആ ഒരു പൂച്ചയാണ് കേട്ടോ. ഈ റിയോട്ടിന് ഈ സ്റ്റാർ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതാ സ്റ്റാർ ഫ്രൂട്ട്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. കാര്യം ഇതിന് ഈ സ്റ്റാർ ഫ്രൂട്ട് എപ്പോഴും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ് ബ്രൗണിയും ചായയും പിന്നെ എന്താ ചക്കവറ്റിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രൗണി ഞാൻ ഷുഗർ കട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഭയങ്കര ക്രേവിങ്സ്. ഷുഗറൊക്കെ കാണുമ്പോൾ തീരെ കൺട്രോളിങ് അല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് വന്നു. റൂമിൽ വന്നപ്പോൾ റൂമിൽ കുറച്ച് തുണി കഴുകിയതുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചു. അതിനുശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിലത്തെ ഒരു മിക്ക പാർട്ടും ഞാനാണ് ക്ലീൻ ചെയ്യുക. കാര്യം മുകളിൽ ഞാനാണ് നിൽക്കുന്നത് കൂടുതലും. പിന്നെ ഉമ്മായും വാപ്പായൊക്കെ താഴെയാണ്. അപ്പോൾ മുകളിൽ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ മിക്കപ്പോഴും എന്നെ ഏൽപ്പിക്കാറുണ്ട്. പലപ്പോഴും ഞാനത് ചെയ്യാതെ വരുമ്പോൾ അവർ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്കിൻ കെയറിന്റെ ഒരു നല്ലൊരു ഫേസ് മാസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നിയ ഒന്ന്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ 7 days ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഉമ്മാക്ക് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടെന്നേ. ഈ ഒരു പച്ചക്കറി തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാടില്ല, പക്ഷേ പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉമ്മാരെ കൂടെ കുറച്ച് നേരം വെള്ളമൊക്കെ നനയ്ക്കാനും പച്ചക്കറിയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാനായിട്ട് ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കുറച്ച് നേരം ഇങ്ങനെ ചെടിയൊക്കെ നനച്ച് കുറച്ച് നേരം പുറത്ത് ഈവനിങ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. കാര്യം കുറേ ചെടിയൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കും. നല്ല കറക്റ്റ് നമുക്ക് ഒരു പച്ചപ്പ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് വല്ലാത്തൊരു ഫീലല്ലേ. നമ്മൾ പച്ചപ്പ് കാണുമ്പോൾ നല്ലൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നും. അപ്പോൾ ആ ഒരു ഫീലൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് കിട്ടത്തില്ലെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കുറച്ചു നേരമൊക്കെ നടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ക്ലീനിങ്ങിന്റെ പരിപാടിയിലോട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അകത്തോട്ട് ക്ലീനിങ്ങിന്റെ പരിപാടിയിലോട്ട് പോകാനായിട്ട് അങ്ങനെ നിൽക്കുക. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കുറച്ച് നാൾ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ വീണ്ടും ഒന്നിനൊക്കെ തുടങ്ങണം. പിന്നെന്താ, പിന്നെ എൻ്റെ റൂമിൽ കുറച്ച് ഇങ്ങനെ വെള്ളത്തിൽ ചെടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ചെടിയൊക്കെ വീണ്ടും കൊണ്ടുപോയി റൂമിലൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഓൾറെഡി എൻ്റെ കബോർഡൊക്കെ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇന്നത്തെ ക്ലീനിങ് പരിപാടിയില്ല, അതൊന്നും പെടുന്നില്ല കേട്ടോ. പിന്നെന്താ, എനിക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഈ ഒരു ലിപ് ബാമിനെ പറ്റി. എൻ്റെ ലിപ്സിന് നല്ലപോലെ ഒരു പിഗ്മെന്റേഷൻ കുറച്ച് നാളുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും കുടിക്കാതെ ഡീഹൈഡ്രേഷൻ ആയി, പിന്നെ PCOD ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വലിയ അറിയപ്പെടാത്തൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ലിപ് ബാം ഭയങ്കര നൈസാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാനത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈവനിങ് ഞാനൊന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകാശമൊക്കെ കാണണം, സൂപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറിയിട്ട് മുകളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഉമ്മ ഇങ്ങനെ ചക്ക തരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു, അതും കഴിച്ച് മുകളിലോട്ട് വന്നു. വീണ്ടും കുറച്ച് തുണി ഉണ്ടായിരുന്നു. തുണി എന്ന് പറയുമ്പോൾ പില്ലോ കവറും ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉണങ്ങി കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ,
ഞാൻ എൻ്റെ ഒരു സെൽഫ് കെയറും ലൈഫൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ ഇത്. വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ ഞാൻ താനെ അതിൻ്റെ ഒരു ഡെയിലി ബേസിൽ ഒരു കാര്യമായിട്ട് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര കാമായിരുന്നു. രാവിലെ എണീറ്റ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടും നമ്മളെ മൈൻഡൊക്കെ ഒന്ന് കാമായിട്ടും റിലാക്സ് ആയിട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് നമ്മുടെ ദിവസം ഫുൾ ഹാപ്പിയാക്കി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ആ ഒരു സമാധാനം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.